ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എന്താണ് ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാണ് ഉസ്മാൻ ഹാദി? ആരാണ് ഷെയ്ഖ് ഹസീന? എന്തിനാണ് ബംഗ്ലാദേശിന് ഇന്ത്യയുടെ അടുത്ത് ഇത്രയും വലിയൊരു വിരോധം വിദ്വേഷം തോന്നാനുള്ള കാരണം? ആൻഡ് ഇന്ത്യക്കകത്തെ ട്രൈറ്റേഴ്സ് ആരൊക്കെയാണ്? ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്തൂടെ വിശദമായിട്ട് തന്നെ സംസാരിക്കുന്നത്. ആൻഡ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൽഹിയിലൊക്കെ വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള ഹിന്ദു സംഘടനകൾ ഈ കാര്യത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള പ്രതിഷേധവും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ പ്രതിഷേധിക്കാൻ പാടുള്ളൂ, അവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നൊന്നും അല്ല. നമ്മളെ എല്ലാ ഇന്ത്യക്കാരെ ഒരുമിച്ച് വേണം ഇതിനെതിരെ പ്രതികരിക്കാനൊക്കെ ഉണ്ട്. കാരണം നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്. അവിടെ മുസൽമാൻ എന്നോ ക്രിസ്ത്യൻ എന്നോ ഹിന്ദു നിന്ന് നോക്കിയിട്ടായിരിക്കില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് വേണം ഈ വർഗീയതയുടെ പേരിൽ കാണിക്കുന്ന ഈ ക്രൂരതയ്ക്കെതിരെ പ്രതികരിക്കാനൊക്കെ ഉണ്ട്. ആൻഡ് ഈ ഒരു വിഷയത്തിൽ മീഡിയ ഫണ്ട് ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഉസ്മാൻ ഹാദിക്ക് ജനലക്ഷങ്ങളുടെ വിട, ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന മയ്യത്ത് നിസ്കാരം. ഉസ്മാൻ ഹാദി ചത്തു, അത് അങ്ങനെ അങ്ങ് കൊടുത്താൽ പോരെ? ഉസ്മാൻ ഹാദിക്ക് ജനലക്ഷങ്ങളുടെ വിടാന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരു സ്നേഹമാണ് അവരുടെ അടുത്ത്, അല്ലെ? ഇന്ത്യക്കെതിരെ ഇത്രയും ഇതായിട്ട് സംസാരിച്ചിരിക്കുന്ന ഒരാളുടെ അടുത്ത് എന്തൊരു സ്നേഹമാണ്, എന്തൊരു ബഹുമാനമാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ താഴെ കമന്റ് ബോക്സിൽ ഒരുത്തൻ ഇട്ടേക്കുന്ന കമന്റ് ആണ്: സ്വന്തം രാജ്യം കഴിഞ്ഞ് മതി വേറെന്തും എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ നിന്റെ പൂർവികർ ഇന്നത്തെ ഇന്ത്യയെ ആയിരുന്നു തന്റെ രാജ്യമായി കണ്ടിരുന്നത്. അതിനു മുന്നേ നാട്ടുരാജ്യങ്ങളായിരുന്നു. അന്ന് ഇന്ത്യ ഇന്ത്യ എന്നാണോ വിളിച്ചുകൊണ്ടിരുന്നത്? രാജ്യം രാഷ്ട്രം എന്നത് ജനങ്ങളാണ്, അല്ലാതെ അതിർത്തികളല്ല. അന്ധമായ അതിർത്തി സ്നേഹം ഒരു രാജ്യത്തിനും നല്ലതല്ല എന്ന് പറഞ്ഞ ഒരുത്തിന് കൊടുത്തേക്കുന്ന റിപ്ലൈ ആണ്. ഒപ്പം തന്നെ അടുത്തൊരു ഇതിട്ടിട്ടുണ്ട്: എടാ നാറി, നീ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കൊന്നു തള്ളുന്നവരെ സപ്പോർട്ട് ചെയ്തിട്ടാണോ ഈ ഡയലോഗ് അടിക്കുന്നത്? അതുകൊണ്ടാണല്ലോ തനിക്ക് മുസ്ലിങ്ങൾ സംഘപരിവാറിനേക്കാൾ വിഷമാണെന്ന് തോന്നുന്നത്. ഹസീന ഏകാധിപതി അല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ആണെങ്കിലും അല്ലെങ്കിലും മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് ശരിയാണോ? അവന്മാർ ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ നിനക്ക് നൊന്തെങ്കിൽ അവർ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ ഹസീനയെ സംരക്ഷിക്കുമ്പോൾ അവന്മാർക്കും പൊള്ളും എന്ന സാമാന്യ ബുദ്ധി നിനക്കില്ലേ? ഇപ്പോൾ അവന്മാർക്ക് നമ്മുടെ ദേഷ്യം തോന്നാനുള്ള കാര്യം, അല്ലെങ്കിൽ ഹസീനയെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞേക്കുന്ന ഒരു സാധനം, അതിൻ്റെയൊക്കെ കാരണം എന്താണെന്നൊക്കെ നമുക്ക് മുന്നോട്ട് സംസാരിക്കാം. പക്ഷെ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം, ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിച്ചത് നിനക്ക് ചിന്തിക്കാനുള്ള സാമാന്യ ബോധമില്ല, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഓക്കെ ആണെന്നുള്ളതാണ് ഇവൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേ ഇവൻ തന്നെ പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഓരോ ആക്രമണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഇവനാണെങ്കിൽ ഓക്കെ ആണെന്ന് പറയുമോ? കാര്യം കാശ്മീർ അങ്ങ് വിട്ടു കൊടുത്താൽ പോരെ, അപ്പൊ കൊടുക്കാത്തതിന്റെ പേരിൽ അവരെങ്ങനെ എന്തും കാണിക്കും, അത് കുഴപ്പമില്ല എന്ന് വന്നിട്ട് നീ വന്ന് പറയോടാ? ഇവന് നമ്മുടെ ചരിത്രത്തെ പറ്റി വലിയ പിടുത്തമില്ലെന്ന് തോന്നുന്നു. 1971 ഇന്ദിരാഗാന്ധി നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടൈമില് നമ്മുടെ ഇന്ത്യ ജന്മം കൊടുത്ത രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മളെ ഇന്ത്യ ജന്മം കൊടുത്തില്ലെങ്കിൽ ഇന്ന് അങ്ങനെ ഒരു രാജ്യം തന്നെ ഉണ്ടാവത്തില്ല. ഇല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഈസ്റ്റ് പാകിസ്ഥാൻ എന്നും വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോഴും കിടന്നേനെ. ഓക്കെ. ആൻഡ് ഇപ്പം അവന്മാർക്ക് നമ്മൾ ജന്മം കൊടുത്തതാണ്. കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരുടെയൊക്കെ തന്ത നമ്മൾ ഇന്ത്യയാണ്. ആ ഇന്ത്യക്കെതിരെ, അതായത് സ്വന്തം തന്തക്കെതിരെയാണ് ഇവന്മാർ ഇത്രയും വലിയ മുദ്രാവാക്യം കാര്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മളതൊക്കെ കേട്ടിട്ട് ആ കൊള്ളാം, അടിപൊളി എന്നൊക്കെ നമുക്ക് പറയാമല്ലേ? ആൻഡ് ഇതിനകത്ത് ഈ പറയുന്ന ഉസ്മാൻ ഹാദി എന്ന് പറയുന്നവൻ, അല്ലെങ്കിൽ ഇവന്റെ മരണത്തിന് ശേഷം, അല്ലെങ്കിൽ ഇവനെ പോയിട്ട് ഒരുത്തൻ വെച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ അവിടെ ഇത്രയും വലിയ പ്രക്ഷോഭം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ പേരിൽ അവിടെ ഒരു ഹിന്ദു നാമധാരിയായിട്ടുള്ള ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന വ്യക്തിനെ മരത്തി കെട്ടിയിട്ട് പച്ചയ്ക്ക് അമര് കൊളുത്തി. ഓക്കെ, ഇതൊക്കെ ഈ വർഗീയത ഭയങ്കരമായിട്ട് തല കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്, ഒരു ഹിന്ദു നാമധാരി ആയതിന്റെ പേരിൽ. അതിനുശേഷം മറ്റൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, ഈ ഒരു സ്ത്രീനെ ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ അവന്മാര് കാണിച്ചു വിടുന്ന കുറച്ച് പരിപാടികൾ. അപ്പൊ ഇതൊക്കെ ഇവനെ പോലുള്ള ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കും, അല്ലെ? അപ്പം അവന്റെ മരണത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിഷേധമായിട്ടാണ് അവന്മാർ ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് വിശദമായിട്ട് നോക്കാം. അത് മീഡിയ ഫണ്ട് പറയുന്ന കാര്യം തന്നെ കേൾക്കാം നമുക്ക്. ബംഗ്ലാദേശിൽ 15 വർഷം നീണ്ട ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ചത് 2024 ജൂണിൽ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലൂടെയാണ്. ഈ പ്രക്ഷോഭങ്ങളുടെ മുന്നണി പോരാളിയും മുഖവും മുഖ്യ സംഘാടകനുമായിരുന്നു ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന ഉസ്മാൻ ഹാദി. ഇൻക്വിലാബ് മഞ്ച് എന്ന സംഘടനയിലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ഇൻക്വിലാബ് മഞ്ചിന്റെ മുഖ്യ സംഘാടകനുമായിരുന്നു അദ്ദേഹം. ബംഗ്ലാദേശിൽ അടുത്ത് നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ധാക്ക 8 മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് ഇക്കഴിഞ്ഞ 12-ാം തീയതി അദ്ദേഹത്തിന് വെടിയേൽക്കുന്നത്. ബംഗ്ലാദേശിലും സിംഗപ്പൂരിലും വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ഡിസംബർ 18-ന് അദ്ദേഹം മരിച്ചു. 2025 ഡിസംബർ 12-ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കവേ മോട്ടോർ ബൈക്കിലെത്തിയ അക്രമികളാണ് അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തത്. ധാക്കയിലെ ബിജോയ് നഗറിൽ വെച്ചാണ് സംഭവമുണ്ടായത്. തലയ്ക്ക് വെടിയേറ്റ ഉസ്മാൻ ഹാദിയെ ആദ്യം ധാക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് ധാക്കയിലെ തന്നെ എവർ കെയർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പിന്നീട് ഡിസംബർ 15-നാണ് അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയത്. എങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. 1990-ൽ ബംഗ്ലാദേശിലെ മൈമൈൻ സിംഗ് ജില്ലയിൽ പരമ്പരാഗതമായി രാഷ്ട്രീയത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും പങ്കാളികളായിരുന്ന ഒരു കുടുംബത്തിലാണ് ഹാദി ജനിക്കുന്നത്. മൈമൈൻ സിംഗിൽ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം ബംഗ്ലാദേശിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിലൊന്നായ നോർത്ത് സൗത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്കണോമിക്സിൽ ബിരുദം നേടി. പിന്നീട് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് പൊളിറ്റിക്കൽ എക്കണോമിയിൽ മാസ്റ്റേഴ്സും സ്വന്തമാക്കി. കുറച്ചുകാലം അദ്ദേഹം UK-യിൽ തന്നെ ജോലിയിൽ തുടർന്നെങ്കിലും പിന്നീട് നാട്ടിലെ രാഷ്ട്രീയ
അനിവാര്യ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകണമെന്ന ലക്ഷ്യത്തോടു കൂടി ബംഗ്ലാദേശിലേക്ക് തന്നെ തിരികെ എത്തുകയായിരുന്നു. നാട്ടിൽ തിരികെ എത്തിയ ശേഷം ഢാക്കയിലെ ഒരു സ്വകാര്യ സർവകലാശാലയായ യൂണിവേഴ്സിറ്റി ഓഫ് സ്കോളേഴ്സിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കെയാണ് അദ്ദേഹം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ ഭാഗമായത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് ഷെയ്ഖ് ഹസീനയെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നതും. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കാരം ബംഗ്ലാദേശിലെ മാഡിക് മിയ അവന്യൂവിൽ നടന്നത്. പാർലമെന്റ് കോംപ്ലക്സിന് പുറത്തുള്ള ഈ പ്രദേശം നിമിഷ നേരങ്ങൾക്കുള്ളിൽ നിറഞ്ഞു കവിയുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ബംഗ്ലാദേശിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളിൽ അദ്ദേഹം എത്രത്തോളം പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ ജനക്കൂട്ടം. ദേശീയ പതാക പുതച്ചായിരുന്നു പലരും ഈ ചടങ്ങിനെത്തിയത്. ഢാക്ക യൂണിവേഴ്സിറ്റി പള്ളിക്ക് സമീപത്ത് വിപ്ലവ കവി കാസി നസ്രുൽ ഇസ്ലാമിന്റെ ഖബറിനരികിൽ തന്നെയാണ് ഉസ്മാൻ ഹാദിയെയും ഖബറടക്കിയത്. ഇരുവരുടെയും പോരാട്ടങ്ങൾ സമാനമായിരുന്നു എന്നതിനാലായിരിക്കാം നസ്രുൽ ഇസ്ലാമിന്റെ ഖബറിനരികിൽ തന്നെ ഹാദിക്കും സ്ഥാനമൊരുക്കിയത്. കനത്ത സുരക്ഷയാണ് ഈ ഖബറടക്ക ചടങ്ങിനോടനുബന്ധിച്ച് രാജ്യമൊട്ടാകെ ഏർപ്പെടുത്തിയത്. അധികാര സ്ഥാനങ്ങളിൽ ഒന്നും ഇല്ലായിരുന്നുവെങ്കിലും ഹാദിയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് രാജ്യത്തെ പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടിയത് ആ രാജ്യം അദ്ദേഹത്തെ എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവായിരുന്നു. എന്തൊരു ബഹുമാനമാണ് അവിടെ ഉള്ളവർക്കും നമ്മുടെ രാജ്യത്തിനകത്തു നിന്നുകൊണ്ട് ഈ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയ ഫണ്ടിനും നമ്മുടെ രാജ്യത്തെ 7 സിസ്റ്റേഴ്സിനെ, അതായത് 7 സംസ്ഥാനങ്ങളെ ഭൂപടത്തിൽ നിന്ന് വേർതിരിച്ച് മാറ്റുക എന്നുള്ള ആഹ്വാനങ്ങൾ ചെയ്തിരിക്കുന്ന ഇവൻ ഇന്ന് പടവായി ഭിത്തിയെ കയറി തൂങ്ങിയിട്ടുണ്ട്. അവൻ്റെ അടുത്താണ് ഇത്രയും വലിയ ബഹുമാനം ഒക്കെ കൊടുത്തുകൊണ്ടൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ കാര്യങ്ങൾ ചെയ്തേക്കുന്ന ഇവനെ സുട്ടേക്കുന്നത് ഇന്ത്യയിലെ റോ ഏജൻസ് ആണ്, ഇന്ത്യൻ റോ ഏജൻസ് ആണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെയാണ് അവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ ഇന്ത്യ അതൊന്നും സമ്മതിച്ചിട്ടില്ല. ആൻഡ് അവന്മാർ അത് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കടന്നു കയറിയെന്നും എന്നൊക്കെ ഉള്ളത് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇവ മാത്രമല്ല, ഇവന്റെ തൊട്ട് പുറകെ അടുത്തൊരാളും കൂടെ ഇതുപോലെ ആയിട്ടുണ്ട്. നമുക്ക് അതോടൊന്ന് കേൾക്കാം. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഉസ്മാൻ ഹാദിക്ക് പിന്നാലെ ഇന്ത്യയുടെ അടുത്ത ശത്രുവിനും അജ്ഞാതരുടെ വെടിയേറ്റു ബംഗ്ലാദേശിൽ നാഷണൽ സിറ്റിസൺസ് പാർട്ടിയുടെ തൊഴിലാളി നേതാവിനാണ് വെടിയേറ്റത്. NCP തൊഴിലാളി സംഘടനയായ ജാതീയ ശ്രമിക് ശക്തിയുടെ കേന്ദ്ര നേതാവ് MD മുദ്ലിബ് ഷിഖ്ദ്വാറിനാണ് വെടിയേറ്റിരിക്കുന്നത്. ഇന്ത്യയുടെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവാണല്ലോ അസർ മസൂദ്. അപ്പം ഇവനൊക്കെ അല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യാനും ന്യായീകരിക്കാനും ഇവിടെ കുറെ എണ്ണങ്ങൾ കാണും. അപ്പോൾ അവൻ ചെയ്തതിൽ തെറ്റില്ല, ഇങ്ങനെയാണ് അങ്ങനെയെന്ന്. അപ്പോൾ ആരാണെങ്കിലും പ്രതികരിച്ചു പോയി ഇങ്ങനെ പറയേണ്ട കുറെ എണ്ണങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ രാജ്യത്ത് വരും, ഇങ്ങനെ കുറെ എണ്ണങ്ങൾ. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് വിശദമായിട്ട് ഈ ഒരു കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം. നമുക്ക് ഇതിന്റെ തുടക്കം അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന പ്രതിഷേധം, പിന്നീട് ഇന്ത്യയുടെ വരാനുള്ള ദേഷ്യം, ഇതൊക്കെ എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കിന് ആദ്യം തന്നെ ഷെയ്ഖ് ഹസീന ആരാണെന്നും എന്താണ് അവർ ആ ഒരു നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഏറ്റവും അധികം കാലം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ വനിതാ നേതാവാണ് ഷെയ്ഖ് ഹസീന. പല കാലങ്ങളിലായി ഏതാണ്ട് 20 വർഷമാണ് ഹസീന ബംഗ്ലാദേശ് ഭരിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ പിറ്റേ മാസം 1947 സെപ്റ്റംബർ 28-ന് കിഴക്കൻ പാകിസ്ഥാനിലായിരുന്നു ഹസീനയുടെ ജനനം. അച്ഛൻ ബംഗ്ലാദേശ് ദേശീയ നേതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. സ്വതന്ത്ര ബംഗ്ലാദേശിന്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്നു ഇദ്ദേഹം. 1975-ലെ അട്ടിമറിക്കാലത്ത് മുജീബ് കൊല്ലപ്പെട്ടു. കൂടെ ഹസീനയും സഹോദരിയും ഒഴികെയുള്ള ബാക്കി കുടുംബാംഗങ്ങളും. ഹസീനയ്ക്ക് ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അഭയം നൽകി. പിന്നീട് 1981-ൽ ഹസീന ബംഗ്ലാദേശിലേക്ക് മടങ്ങി. പിതാവ് സ്ഥാപിച്ച അവാമി ലീഗിന്റെ നേതാവായിട്ടായിരുന്നു ഈ മടക്കം. ഷെയ്ഖ് ഹസീന എന്ന രാഷ്ട്രീയക്കാരിയുടെ തുടക്കമായിരുന്നു ഇത്. സൈന്യത്തിന്റെ കൈകളിലായിരുന്ന ബംഗ്ലാദേശിൽ ജനാധിപത്യത്തിനു വേണ്ടി ഹസീനയും അവാമി ലീഗും വാദിച്ചു. പലതവണ വീട്ടുതടങ്കലിൽ അടയ്ക്കപ്പെട്ടിട്ടും ഹസീന വിട്ടുകൊടുത്തില്ല. 1991-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ബംഗ്ലാദേശിന്റെ പ്രതിപക്ഷ നേതാവായി. ഈ കാലത്തും പിന്നീടും സംഭവബഹുലമായിരുന്നു ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ പരിസരം. 1996-ൽ ഹസീന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി. 2001 വരെ ആ സ്ഥാനത്ത് തുടർന്നു. ഈ കാലയളവിൽ ഇന്ത്യയോടുള്ള ഉഭയകക്ഷി ബന്ധം വിപുലപ്പെടുത്തിയതടക്കം പല നയതന്ത്ര തീരുമാനങ്ങളും എടുത്തു ഇവർ. ഇങ്ങനെ ആദ്യ ഹസീന ടൈമിൽ ബംഗ്ലാദേശ് അടിമുടി മാറി. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഹസീന ഖാലിദ് സിയയോട് പരാജയപ്പെട്ടു. ബംഗ്ലാദേശ് പിന്നീട് അക്രമാസക്തമായി. പല കലാപങ്ങളും അരങ്ങേറി. 2006-2008 കാലഘട്ടത്തിൽ ഹസീന ജയിലിൽ അടയ്ക്കപ്പെട്ടു. ജയിൽ മോചിതയായ ശേഷം 2008-ലെ തെരഞ്ഞെടുപ്പിൽ വിജയം അവർക്കൊപ്പം നിന്നു. ഹസീന രണ്ടാമതും ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി. ഈ ജയത്തിന് പിന്നാലെ 1971-ലെ യുദ്ധക്കേസിന്റെ ഫയലുകളിൽ ഹസീന നടത്തിയ റീവിസിറ്റ് വൻ വിവാദമായി. ജമാഅത്തെ ഇസ്ലാമിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കി. 2014-ലും 2018-ലും വിജയം ആവർത്തിച്ച് അവർ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുപ്പുറപ്പിച്ചു. അണികൾക്ക് മുൻപിൽ അൺഷെയ്ക്കബിൾ ഹസീനയായി വളരുകയായിരുന്നു ഷെയ്ഖ് ഹസീന, അവരുടെ ഉരുക്കു വനിതയായി. അതേസമയം തന്നെ ഹസീനയുടേത് ഏകാധിപത്യ നീക്കങ്ങളാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷവും രംഗത്തെത്തി. ഹസീനയുടെ ഭരണത്തിന്റെ കീഴിലുണ്ടായ തിരോധാനങ്ങളും കൊലപാതകങ്ങളും വലിയ ചർച്ചയായി. രാഷ്ട്രീയക്കാരെയും മാധ്യമങ്ങളെയും വേട്ടയാടിയത് വാർത്തയായി. 2024 ജനുവരിയിലെ പൊതു തെരഞ്ഞെടുപ്പോടെയാണ് ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിനെതിരെ വിമത ശബ്ദങ്ങൾ ശക്തമായത്. തെരഞ്ഞെടുപ്പിനെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം ബഹിഷ്കരിച്ചിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് തുടർച്ചയായ 4ാം തവണയും അധികാരത്തിലെത്തി. തുടർന്ന് അസ്വാരസ്യങ്ങളുടെ കാലമായിരുന്നു ബംഗ്ലാദേശിൽ. ജൂണിൽ സർക്കാർ ജോലികളിലെ സംവരണ സംവിധാനം പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ
വലിയ പ്രതിഷേധം ആരംഭിച്ചു. ഇത് പിന്നീട് ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യമുയർത്തിയുള്ള വലിയ ബഹുജന പ്രക്ഷോഭമായി വളർന്നു. അഴിമതി ആരോപണങ്ങൾ ഉയർന്നു. മറുപടിയില്ലാതെ ഹസീന ഒന്നുലഞ്ഞു. ഹസീനയുടെ വീട്ടിലെ ജോലിക്കാരന്റെ വരുമാനം വരെ ഞെട്ടിക്കുന്നതായിരുന്നു. ഹസീനയ്ക്കെതിരെ ജനവികാരം ആഞ്ഞടിച്ചു. തൊഴിലില്ലായ്മ രൂക്ഷമായതിനു പിന്നാലെ വിദ്യാർത്ഥികൾ ഹസീനയ്ക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി രംഗത്തെത്തി. ഹസീന രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രതിഷേധം കലാപമായി ആളിക്കത്തി. പ്രക്ഷോഭം അക്രമാസക്തമാവുകയും രാജ്യമെങ്ങും വ്യാപിക്കുകയും ചെയ്തു. പ്രതിഷേധത്തെ ഹസീന പോലീസിനെ ഉപയോഗിച്ച് ക്രൂരമായി അടിച്ചമർത്തി. സംഘർഷത്തിൽ 1400 പേർ കൊല്ലപ്പെട്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. ആയിരക്കണക്കിന് പേർക്ക് പരിക്കേറ്റു. സുരക്ഷാ സേനയുടെ വെടിയേറ്റാണ് ഭൂരിഭാഗം പേരും മരിച്ചതും പരിക്കേറ്റതും. കൂട്ടക്കൊലപാതകത്തിന് ഹസീന നേരിട്ട് നിർദ്ദേശം നൽകിയെന്ന് ആരോപണമുയർന്നു. 1971 സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബംഗ്ലാദേശിൽ നടന്ന ഏറ്റവും ക്രൂരമായ ആക്രമണമായിരുന്നു 2024 പ്രക്ഷോഭം രൂക്ഷമായതിന് പിന്നാലെ 2024 ഓഗസ്റ്റ് 5 ഷെയ്ഖ് ഹസീന രാജിവെച്ചു. പിന്നാലെ ഇവർ ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടി. ദില്ലിയിൽ ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങിയ ഹസീന ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ഹസീനയുടെ രാജിക്ക് പിന്നാലെ നോബൽ സമ്മാന ജേതാവായ ഡോക്ടർ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ രൂപീകരിച്ചു. കൂട്ടക്കൊലയ്ക്ക് പോലീസിനും സൈന്യത്തിനും നിർദ്ദേശം നൽകി, ഗൂഢാലോചന നടത്തി, കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് നേതൃത്വം നൽകി തുടങ്ങിയവയാണ് ഹസീനയ്ക്കെതിരെ ട്രിബ്യൂണലിൽ തെളിഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ. 500 പേജോളം വരുന്ന വിധിന്യായത്തിൽ മാനുഷികതയ്ക്കെതിരായ കുറ്റങ്ങൾ ഹസീന ചെയ്തതായി തെളിഞ്ഞെന്നാണ് ട്രിബ്യൂണൽ വ്യക്തമാക്കിയത്. ഈ കടുത്ത കുറ്റകൃത്യങ്ങൾക്ക് ഒരൊറ്റ ശിക്ഷയേ ഉള്ളൂ, അത് മരണശിക്ഷയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ട്രിബ്യൂണൽ വിധി അവസാനിപ്പിച്ചത്. സംഘർഷകാലത്ത് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ കോടതിയിലെ ശിക്ഷാവിധി കേൾക്കാൻ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ കരഘോഷത്തോടെയാണ് വിധിയെ സ്വാഗതം ചെയ്തത്. ട്രിബ്യൂണലിൽ തനിക്കെതിരായി ഉയർന്ന ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമച്ചതാണെന്നും അവയെ താൻ മുഖവിലേക്ക് എടുക്കുന്നില്ലെന്നുമായിരുന്നു വിധി പ്രസ്താവനത്തിന് തൊട്ടുമുൻപ് ഹസീന മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതീവ ജാഗ്രതയിലാണ് നിലവിൽ ബംഗ്ലാദേശ്. കോടതിക്ക് പുറത്ത് കനത്ത കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പലയിടത്തും അക്രമ സംഭവങ്ങൾ അരങ്ങേറി. ആളുകൾ തെരുവിലേക്ക് ഇറങ്ങിയാൽ സ്ഥിതി ഗുരുതരമാകാനാണ് സാധ്യത. ഹസീനയെ വിട്ടുനൽകണമെന്ന് ബംഗ്ലാദേശ് പലതവണ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അഭയം തേടിയെത്തിയ ആരെയും നിർബന്ധിച്ച് പുറത്താക്കില്ലെന്നായിരുന്നു ഇന്ത്യ ഇതുവരെ സ്വീകരിച്ച നിലപാട്. വധശിക്ഷ വിധിച്ച പശ്ചാത്തലത്തിൽ ഈ ആവശ്യം ബംഗ്ലാദേശ് ശക്തമാക്കിയേക്കും. ഹസീനയെ വിട്ടുനൽകുന്നതിൽ മുൻ നിലപാട് തന്നെയാണ് ഇനിയും ഇന്ത്യ സ്വീകരിക്കുന്നതെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ അസ്വാരസ്യങ്ങൾ രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നമ്മുടെ അടുത്ത് അവർക്ക് ദേഷ്യം തോന്നിയെന്നും എന്തുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനയുടെ അടുത്ത് ദേഷ്യം തോന്നാനും അവർക്കെതിരെ പ്രതിഷേധം ഉയർത്താനുള്ള കാരണമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്നുള്ള ഞാൻ വിചാരിക്കുന്നു. അപ്പം അവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. അവിടെ 56% സംവരണത്തിലൂടെയാണ് അവിടെയുള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നത്. അതുകൊണ്ട് അതായത് വെറും 44% മാത്രമാണ് മെറിറ്റിലൂടെ ജോലി കിട്ടുന്നത്. അതാണ് അവിടെ പ്രധാനമായിട്ട് പ്രശ്നം അവരെ ഉന്നയിക്കുന്നത്. ആൻഡ് ഈ പറയുന്ന 56% മോസ്റ്റ് മെജോറിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള ആളുകളുടെ ആ ഒരു തലമുറയിൽപ്പെട്ടേക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ജോലി അവിടെ കിട്ടുന്നത് സംവരണത്തിലൂടെ. നമ്മുടെ നാട്ടിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംവരണവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ജാതീയപരമായിട്ടുള്ള അധിക്ഷേപവും കാര്യങ്ങളൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പല വാർത്തകളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ പക്ഷെ നേരെ തിരിച്ചാണ്. അവര് സംവരണം എന്ന് പറയുന്നത് അവിടെ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾക്ക് തന്നെയാണ് ഈ സംവരണം കൊടുക്കുന്നത്. അങ്ങനെ മുൻനിരയിലുള്ള ആളുകൾക്ക് എന്തിനാണ് സംവരണം കൊടുക്കേണ്ടത്? അവിടെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ആ ഒരു ജോലി കാര്യങ്ങൾ കൂടുതൽ കിട്ടുന്നത്. എന്നാൽ ആ ബാക്കി വരുന്ന 44% മാത്രമാണ് മെറിറ്റിൽ ജോലി കിട്ടുന്നത്. ആ തൊഴിലില്ലായ്മ രൂക്ഷമായതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ പ്രതിഷേധമൊക്കെ ഉന്നയിച്ച് അങ്ങനെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഇതേ ഷെയ്ഖ് ഹസീന അവരുടെ തിരിച്ചെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഇത് ഒരു വർഷം മുന്നേ ധ്രുവ് റാട്ടി ഇട്ടിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിന്റെ മലയാളം പരിഭാഷ സുനിത ദേവദാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിലെ കുറച്ച് പോർഷൻസ് ആണ് ഞാൻ ഇങ്ങോട്ട് വെക്കുന്നത്. ഇവിടെ ഉപയോഗിക്കപ്പെട്ടുള്ള ഈ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇതിനൊക്കെ മനസ്സിലായി കാണും. റസാക്കാർ എന്ന് പറഞ്ഞാൽ ചതിയന്മാർ അല്ലെങ്കിൽ രാജ്യദ്രോഹികൾ. അഥവാ ആരെങ്കിലും ഈ സംവരണത്തിനെതിരെ സമരം ചെയ്യുകയാണെങ്കിൽ അവര് ദേശദ്രോഹികൾ എന്ന് വിളിക്കുന്നത് ഒരു സെൻസ് ഉണ്ടാക്കുന്ന സംഗതിയാണോ? അല്ലല്ലോ. അങ്ങനെ സമരക്കാരെ അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ. ഇല്ല, തീർച്ചയായും പാടില്ല. സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെ പ്രതിഷേധിക്കുന്നവർ, സമരം ചെയ്യുന്ന ജനതയെ ദേശദ്രോഹി എന്ന് വിളിക്കുന്നത് ഒരു വളരെ പഴയ തന്ത്രമാണ്. പക്ഷെ വാസ്തവം അമേരിക്കൻ എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ എഡ്വാർഡ് അബേ എഴുതിയതാണ്. അദ്ദേഹം എഴുതുന്നത് ഒരു രാജ്യസ്നേഹി അവന്റെ രാജ്യത്തെ സർക്കാരിൽ നിന്ന് പ്രതിരോധിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കണം. അതായത് യഥാർത്ഥ ദേശസ്നേഹി തന്റെ രാജ്യത്തെ ഭരണാധികാരികളിൽ നിന്നും രക്ഷിക്കുന്നവനായിരിക്കണം എന്നാണ് അർത്ഥം. ജനാധിപത്യം എന്നാൽ 5 വർഷം കൂടുമ്പോൾ ഒരിക്കൽ വോട്ട് ചെയ്യണം എന്നത് മാത്രമല്ല. ജനാധിപത്യം ഒരു ഡൈനാമിക് സംവിധാനമാണ്. അതിൽ ജനത്തിന് രാഷ്ട്രീയ പരിജ്ഞാനം വളരെ അത്യാവശ്യമാണ്. ജനം നിരന്തരം തങ്ങളുടെ സർക്കാരിനെ നിരീക്ഷിച്ചും പരീക്ഷിച്ചും സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കി വെക്കുന്നു. സർക്കാർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മോണിറ്റർ ചെയ്യുന്നു. അത്യാവശ്യം വരുമ്പോൾ സർക്കാരിനെതിരെയും നിൽക്കേണ്ടതുണ്ട്. പ്രതിഷേധകർക്കെതിരെയുള്ള പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പ്രസ്താവന സ്ട്രോങ്
സ്ട്രോമാൻ ഫാലസിയുടെ വ്യക്തമായ ഉദാഹരണമാണ്. അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ പ്രസ്താവനയെ തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുന്നതിനെയാണ് സ്ട്രോമാൻ ഫാലസി എന്ന് പറയുന്നത്. അഥവാ പ്രതിഷേധകർ പറയുകയാണ്, ഞങ്ങൾ ഈ സംവരണത്തിന് എതിരാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരക്കിടാങ്ങൾക്ക് സംവരണം നൽകുന്നത് കൊണ്ട് ഞങ്ങൾ സംവരണത്തിന് എതിരാണ്. അതിന്റെ അർത്ഥം അവർ സ്വാതന്ത്ര്യ സമര സേനാനികളോട് അനാദരവ് കാണിക്കുന്നു എന്ന അർത്ഥം എവിടെയെങ്കിലും വരുന്നുണ്ടോ? പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ 2018 സംവരണം എടുത്തു കളഞ്ഞപ്പോൾ അവരും എന്താ സ്വാതന്ത്ര്യ സമര സേനാനികളോട് അനാദരവ് കാണിക്കുകയായിരുന്നോ? ഈ ലോജിക്ക് വെച്ച് അതും ഇവിടെ മാച്ച് ആവേണ്ടതല്ലേ? ഇത്തരത്തിലുള്ള തരം താണ പ്രസ്താവനകൾ ഒരു പ്രധാനമന്ത്രിക്ക് യോജിച്ചതല്ല. പ്രതിഷേധകരുടെ ആവശ്യങ്ങൾ ഒട്ടും അവിവേകപരമല്ല. ഇതിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP സർക്കാരാണല്ലോ. ഇവർ ചെയ്യുന്ന കാര്യങ്ങളിലെ ശരികേടുകൾ, തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ഇതിനെ വിമർശിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ രാജ്യദ്രോഹി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക? കാര്യം BJP ചെയ്യുന്ന എല്ലാ കാര്യം ശരിയാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഒരു ദേശസ്നേഹിയാവൂ എന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ജനാധിപത്യം നഷ്ടപ്പെട്ടില്ലേ? അല്ലെ? അപ്പം അത് വിമർശിക്കാനും അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്ന സർക്കാരിനെ വിമർശിക്കാനും അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനൊക്കെ പറ്റുമ്പോഴൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഈ ജനാധിപത്യം നിലനിൽക്കുന്നത്. എന്നാൽ ഇതേ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി BJP സർക്കാർ ഭരിക്കുന്ന ഈ ഒരു ടൈമിൽ തന്നെ ഇത്തരത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി, നമ്മളവിടെ പാർട്ടിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല നമ്മൾ നോക്കിയിട്ട് സംസാരിച്ചത്. അന്ന് ആ ഒരു വീഡിയോ ചെയ്ത ടൈമിൽ പോലും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അന്ന് ഓപ്പറേഷൻ സിന്ദൂർ ചെയ്ത ആ ഒരു ടൈമിൽ നമ്മുടെ ലോക രാജ്യങ്ങളുടെ മുന്നിൽ നട്ടെല്ല് നിവർത്തി തല ഉയർത്തി പിടിച്ച് നിൽക്കാനെ കൊണ്ട് പ്രാപ്തരാക്കുന്ന തരത്തിലൊരു പ്രവൃത്തിയായിരുന്നു ആ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അത്രയും നമുക്ക് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഏതൊരു ഇന്ത്യക്കാരനും പ്രൗഡായിട്ട് തോന്നുന്നൊരു മൊമെന്റ് തന്നെയായിരുന്നു അന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലേ? അങ്ങനെ ഒരു കാര്യം ചെയ്ത കാര്യങ്ങൾ അത്രത്തോളം നമ്മൾ അഭിനന്ദിച്ചു, അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്തു. എന്നാൽ ബാക്കി ചെയ്യുന്ന കാര്യങ്ങളെ ശരികേടുകളെ ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ജനാധിപത്യം നിലനിൽക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങനത്തെ പല വിഷയങ്ങളിൽ നമ്മുടെ പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ടൊക്കെ നമ്മൾ പല വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞ് എന്നെ ഒരു രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര അന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ നാട്ടിൽ അവർ ചെയ്തേക്കുന്ന ആ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് തികച്ചും ന്യായമായിട്ടുള്ള കാര്യമാണ്. അവരുടെ നാട്ടിൽ അവർക്ക് തൊഴിലില്ലായ്മയെ ഇത്ര രൂക്ഷമായിട്ട് കടന്നു പൊക്കോണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിന് ഷെയ്ഖ് ഹസീന അവരങ്ങനെ ഒരു പ്രതിഷേധം അറിയിച്ചപ്പോഴത്തേക്കിന് നേരെ അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെല്ലാം രാജ്യദ്രോഹികളാണ്, അതായത് ഭരിക്കുന്ന സർക്കാരിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവർ രാജ്യദ്രോഹികളായി മാറും എന്ന് പറഞ്ഞേക്കുന്ന പ്രസ്താവന ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഈ ജാതിയുടെ പേരിലുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടാത്തത്? ബ്രാഹ്മണ പെൺകുട്ടി വേണം, രജ്പുത്ത് പെൺകുട്ടി വേണം, ജാട്ട് വേണം, ബനിയ വേണം എന്നൊക്കെ പത്രങ്ങളിൽ വരുന്ന വിവാഹ പരസ്യം വരാറില്ലേ? എന്തുകൊണ്ടാണ് അതൊക്കെ ഈ രാജ്യത്ത് നിരോധിക്കാത്തത്? ഈ മാട്രിമോണിയൽ പരസ്യം നോക്കൂ. ഇതിൽ എഴുതിയിരിക്കുന്നത് ജാതി ബാധകമല്ല, പക്ഷേ SC ST OBC അപേക്ഷിക്കേണ്ടതില്ലെന്ന് എടുത്തു പറയുന്നു. ഈ ജാതിവാദം എന്ന് നിർത്തുന്നുവോ അന്ന് ഈ സംവരണവും ഓട്ടോമാറ്റിക്കായി ഇല്ലാതാകും. പക്ഷേ ഇന്ത്യയിലെ ജാതി സംവരണത്തെ ബംഗ്ലാദേശിലെ സംവരണവുമായി താരതമ്യം ചെയ്യാൻ മാത്രം ഗോദി മീഡിയയ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. ഇന്ത്യയിലെ സംവരണം ജാതീയവും സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്നവരെ സമത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. പക്ഷേ ബംഗ്ലാദേശിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബാംഗങ്ങൾക്ക് സംവരണം നൽകാനുള്ളതാണ്. അവർ ആയിരക്കണക്കിന് വർഷങ്ങളായി വംശീയമായി അടിച്ചമർത്തപ്പെട്ട ഒരു ന്യൂനപക്ഷമല്ല. സത്യം പറഞ്ഞാൽ അവർ ഈ സമൂഹത്തിൽ വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന ഒരു ജനവിഭാഗമാണ് ബംഗ്ലാദേശിൽ സംവരണം ലഭിക്കുന്നവർ. അതിൽ ആരെങ്കിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒരു 5-10% വരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണത്തിനുള്ള കോട്ട നൽകാം. അതാണ് ന്യായം. അപ്പം ആ നാട്ടിൽ അവർ പ്രതിഷേധം ഉണ്ടാക്കാനെ കൊണ്ട് കാരണമായിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പ്രതിഷേധം ഇത്രയും വരെ ചെയ്ത കാര്യങ്ങളൊക്കെ അവരുടെ ന്യായമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ അതിനുശേഷം ഇവർ ചെയ്തേക്കുന്നത് വർഗീയപരമായിട്ട് ഈ കാര്യങ്ങൾ ഇപ്പം ഇന്ത്യ ഇത്തരത്തിൽ അവരെ സംരക്ഷിക്കുന്നു, അപ്പം ഹിന്ദുക്കളുടെ ഇതാണ്, ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയാണ് നമ്മുടെ ശത്രുക്കളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂക്ഷമായിട്ടുള്ള കുറേ സാധനങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, ഇന്നിപ്പം മോഹൻ ഭഗത്ത് റീസെൻ്റ് ആയിട്ട് പറഞ്ഞേക്കുന്ന കാര്യമുണ്ട്, ഇന്ത്യ ഹിന്ദു രാഷ്ട്രം, മതേതരത്വം ഭരണഘടന ആമുഖത്തിൽ ഉണ്ടായിരുന്നില്ല. കാലിനെ പേടിച്ച് ഒളിച്ചു കഴിയുന്ന ഇങ്ങനത്തെ കുറേ കാരണന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. കാരണന്മാരായിട്ടുള്ളതും അല്ലാത്ത കുറച്ച് ആൾക്കാരും ഉണ്ട്. ഇവരൊക്കെ എന്താണ് വിചാരിച്ചേക്കുന്നത്? നമ്മുടെ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനെ ഇല്ലാണ്ടാക്കിയിരിക്കുന്ന ഈ ജാതിയുടെ മതത്തിൻ്റെ ഒക്കെ പേര് തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ ഈ ഒരു ഇന്ത്യയിൽ അങ്ങും ഇങ്ങുമായിട്ട് എന്തോരം പ്രശ്നങ്ങളാണ് ജാതിയുടെ പേരിൽ നടക്കുന്നത്. ഇതാരും ശ്രദ്ധിക്കുന്നില്ല, ആരും ചർച്ച ചെയ്യുന്നില്ല. ഇനി ഒരു ഉസ്മാൻ ഹാദിയെ പറ്റി കൂടുതലായിട്ട് നമ്മൾ നോക്കുമ്പോഴേക്ക് ഡയറക്ടറും യുക്തിവാദിയായിട്ടുള്ള സജീവൻ അന്തിക്കാട് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ FBയിൽ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അതിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇങ്ങോട്ട് വായിക്കാം. ആദ്യം അവിടെ ഈ പ്രക്ഷോഭം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന ആ ഒരു ടൈമിൽ അതിലൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ മാത്രമായിരുന്നു ഈ ഒരു ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി. പക്ഷെ പിന്നീട് എങ്ങനെയാണ് ഇയാൾ വലിയ രീതിയിലോട്ട് ഉയർന്നു വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ എന്ന പരസ്യവാചകം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹസീനയെ ജനങ്ങൾ മറിച്ചിട്ട് എന്നറിഞ്ഞപ്പോൾ 2024 സെപ്റ്റംബർ 27 ഒരു പ്രശസ്തനായ ബംഗ്ലാദേശി മാധ്യമ പ്രവർത്തകൻ ധാക്കയിലേക്ക് തിരിച്ചു വന്ന പേര് മഹ്മൂദുർ റഹ്മാൻ. പുള്ളി അമർദേശ് എന്ന പത്രത്തിൻ്റെ എഡിറ്ററുമായിരുന്നു. ഷെയ്ഖ് ഹസീന സർക്കാരിൻ്റെ ഏറ്റവും അടുത്ത വിമർശകരിൽ ഒരാളായിരുന്നു. അവിടുത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായിരുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ സപ്പോർട്ടർ. ഇയാൾ ഇത്രമാത്രം വിഷമായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ
2013 പോകണം. അന്ന് ബംഗ്ലാദേശിലെ നിരീശ്വരവാദികളായ ബ്ലോഗർമാർക്കെതിരെ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ രംഗത്ത് വന്നപ്പോൾ നിരീശ്വരവാദികളെ കൊന്നു തീർക്കാനാണ് പുള്ളി തന്റെ പത്രത്തിലൂടെ ആഹ്വാനം ചെയ്തത്. ഇതൊന്നും ഹസീന സമ്മതിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല. അവർ ഇയാളെ പിടിച്ച് ജയിലിൽ അടയ്ക്കുമെന്ന് ഉറപ്പായപ്പോൾ പുള്ളി തുർക്കിയിലേക്ക് മുങ്ങി. പിന്നീട് ഈ വർഷം സെപ്റ്റംബറിൽ 27 ധാക്കയിൽ പൊന്തിയ ഉസ്മാൻ ഹാദിയും സംഘവും അദ്ദേഹത്തെ എയർപോർട്ടിൽ വരവേറ്റു. ഉസ്മാൻ ഹാദി പോയി വരവേറ്റു. ഓക്കെ, എങ്ങനെയുള്ള ഒരുത്തനെയാണ്? ഇത്രയും വിഷം തുപ്പിക്കൊണ്ടിരുന്ന ഒരുത്തനെ. ഹാദിക്ക് അയാൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ വീരനായിരുന്നു. ഇയാളുടെ വരവേൽപ്പിന് ബംഗ്ലാദേശിൽ വലിയ ജനശ്രദ്ധ കിട്ടി. അതിന്റെ സംഘാടകനായ ഹാദി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. ഓക്കെ, മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്രയും വലിയ തോന്നിവാസമാണല്ലോ അല്ലെ. ഇനി പുതുതായി കിട്ടിയ മാധ്യമ ശ്രദ്ധ ഉസ്മാൻ ഹാദി ഏതെങ്കിലും വലിയ പാർട്ടിയിലെ ചെറിയ നേതാവാകാൻ സമ്മതിച്ചില്ല. ഹസീനയ്ക്കെതിരെ ഇറങ്ങിയ യുവരക്തങ്ങളിൽ ആസിഫ് മഹ്മൂദ്, ഷജീബ് ഭുയാൻ, മഹബൂജ് ആലം, നഹീദ് ഇസ്ലാം എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിൽ ചേർന്നപ്പോൾ ഉസ്മാൻ ഹാദി നോ പറഞ്ഞു. ഹസ്നത്ത് അബ്ദുള്ള, സർജിസ് ആലം എന്നിവരെ അടങ്ങുന്ന മറ്റൊരു വിഭാഗം നാഷണൽ സിറ്റിസൺ പാർട്ടിക്ക് രൂപം നൽകിയപ്പോൾ ഹാദി അവരോട് നോ പറഞ്ഞു. പുള്ളിക്ക് രജനികാന്ത് പറഞ്ഞ പോലെ എൻ വഴി തനി വഴി ആയിരുന്നു. ഹാദി തന്റെ സഹയാത്രികരായ സിയാവുൾ ഹസൻ, റാഫെ സൽമാൻ, റിഫാത്ത്, അഫ്രോജ തുലി എന്നിവർക്കൊപ്പം ചേർന്ന് ഇൻകുലാബ് കൾച്ചർ സെന്ററും ഇൻകുലാബ് മഞ്ചയും രൂപീകരിച്ചു. 2 രാഷ്ട്രീയ പാർട്ടികളായിരുന്നില്ല, രണ്ടും സാംസ്കാരിക സംഘടനകൾ. നമ്മൾ ബംഗാളി രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിന്റെ ഒരു കുഞ്ഞു കോപ്പി കാണാം. കോൺഗ്രസ് പോലൊന്ന്, BJP പോലൊന്ന്, അവാമി ലീഗും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, ഈ 2 കക്ഷികളാണ് പ്രധാനം. ഇവർ മാറി മാറി ഭരിക്കുന്ന ഇടത്തേക്കാണ് പുതിയ യുവരക്തങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. അവിടെ സിറ്റിസൺ പാർട്ടിയുണ്ട്, മുഹമ്മദ് യൂനസിന്റെ പ്രധാനമന്ത്രിക്കായി കൊണ്ടു നടക്കുന്ന ഒരു സംഘമുണ്ട്, ജമായത്തെ ഇസ്ലാമിയുണ്ട്. ഇതിന്റെ ഉള്ളിലൂടെ വേണം ഹാദിക്ക് തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ. അതിന് പറ്റിയ ഏൽക്കുന്ന സാധനമാണ് ഇന്ത്യ വിരുദ്ധത. ഹസീനയെ തല പോകാതെ സംരക്ഷിച്ചിരിക്കുന്നത് ഇന്ത്യയാണ് എന്നതിനാൽ ഇന്ത്യ വിരുദ്ധത പറഞ്ഞാൽ നല്ല റിസൾട്ടാണ്. ഏറ്റവും ഭംഗിയായി ഇന്ത്യ വിരുദ്ധത പറയുന്നവന് കൂടുതൽ മാർഗ്. ഹസീന ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ സാംസ്കാരിക ഫാസിസം അടിച്ചേൽപ്പിച്ചു എന്ന് ഹാദി പ്രചരിപ്പിച്ചു. നോക്കൂ, സിനിമ മുഴുവൻ ഇന്ത്യൻ, ബുക്സ് ഇന്ത്യൻ, ഡെമോക്രസി ഇന്ത്യൻ, എല്ലാം ഇന്ത്യമയം. ഇതല്ലേ കൾച്ചറൽ ഹെഗിമണി? പുള്ളി ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കണ്ടേ, ഇന്ത്യയാണ് ഇവൻ്റെയൊക്കെ തന്ത. ഇങ്ങനെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കി തന്നത് ഇന്ത്യ ആണെന്ന് കൂടി ആലോചിക്കണ്ടേ. ഇന്ത്യയുടെ സാംസ്കാരിക സ്വാധീനം ബംഗ്ലാദേശിന്റെ തനിമയെ ഇല്ലാതാക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വാദം. അടുത്തതായി ഹാദി ഇറക്കിയ നമ്പറാണ് ഇന്ത്യ ഔട്ട്. ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ. ഇത് മാത്രമല്ല, ഇന്ത്യയെയും ഇന്ത്യക്കാരെയും കൂടുതൽ പ്രകോപിപ്പിക്കുന്ന പരാമർശങ്ങളും ഹാദി നടത്തിക്കൊണ്ടിരുന്നു. ബംഗ്ലാദേശിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടുന്നു എന്ന് ആരോപിച്ച് നടത്തിയ ഒരു പ്രസംഗത്തിൽ ഹാദി 7 സിസ്റ്റേഴ്സിനെ കുറിച്ച് സംസാരിച്ചു. നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ 7 സംസ്ഥാനങ്ങളെ ചൂണ്ടിക്കാട്ടി പുള്ളി പറഞ്ഞു, ബംഗ്ലാദേശിൽ അശാന്തി ഉണ്ടാക്കാൻ ഇന്ത്യ ശ്രമിച്ചാൽ പകരമായി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിഘടനവാദികളെ സഹായിച്ചും മറ്റും അശാന്തി ഉണ്ടാക്കാൻ തങ്ങൾക്കും കഴിയും. 7 സിസ്റ്റേഴ്സ് സ്വതന്ത്രമാകും. ഇത് തീർച്ചയായും ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ്. പക്ഷേ ഡിറ്ററൻസ് ആണ് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ചെയ്യുന്നത്. ഉദാഹരണമായി പഹൽഗാം ആക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും കഴിഞ്ഞപ്പോൾ ഇന്ത്യ പാകിസ്ഥാനോട് പറഞ്ഞു, ഇനിയൊരു തീവ്രവാദ ആക്രമണം ഇന്ത്യയിൽ സംഭവിച്ചാൽ അത് പാകിസ്ഥാൻ ഇന്ത്യയോട് ചെയ്യുന്ന യുദ്ധമായി കണക്കാക്കി ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന്. ഇത് ഡിറ്ററൻസ് ആണ്, ശത്രുവിനെ ക്രമത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന തന്ത്രം. പക്ഷേ ഇത് രാജ്യം ഭരിക്കുന്നവർ തമ്മിലാണ് ചെയ്യാറ്. രാജ്യത്തെ വ്യക്തികളും സംഘടനകളും ഇതൊക്കെ ചെയ്താൽ വലിയ തെറ്റാണ്. ആ രാജ്യം ഇത്തരം പ്രവർത്തികളെ നിയന്ത്രിക്കുക തന്നെ വേണം. പക്ഷേ ആ രാജ്യത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു സംവിധാനമില്ല. ചുരുക്കത്തിൽ ഉസ്മാൻ ഹാദി കൊല്ലപ്പെട്ട സമയത്ത് പുള്ളി മൊത്തം സിസ്റ്റത്തിന്റെ എതിരാളിയായിരുന്നു. അവാമി ലീഗിനും ഹസീനയ്ക്കുമെതിരെ, അധികാരത്തിൽ കണ്ണുവച്ചിരിക്കുന്ന പ്രധാന പ്രതിപക്ഷമായ NCPക്കുമെതിരെ, പുതിയ പാർട്ടിയായ സിറ്റിസൺ പാർട്ടിക്കുമെതിരെ, നാട് താൽക്കാലികമായി ഭരിക്കുന്ന മുഹമ്മദ് യൂനസിനുമെതിരെ കൂടുതൽ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഹാദി പുതിയൊരു ബംഗ്ലാദേശിനും എതിരായിരുന്നു എന്നാണ്. അതെന്താണ് എന്ന് കൂടി നോക്കാം. 2004 ജൂലൈയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ലക്ഷ്യം കുറെ കൊലകൾ മാത്രമായിരുന്നില്ല. ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർ ലക്ഷ്യമിട്ടിരുന്നു. അതിനായി ഒരു രാഷ്ട്രീയ രേഖയും അവർ സമർപ്പിച്ചു. അതാണ് ജൂലൈ ചാർട്ടർ. ഒരു പുതിയ ബംഗ്ലാദേശ് കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു റോഡ് മാപ്പ് ആയിരുന്നു ഇത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ നോക്കുക. 1. ജനാധിപത്യ പരിഷ്കരണം. ഏകാധിപത്യ പ്രവണതകൾ അവസാനിപ്പിച്ച് കൂടുതൽ സുതാര്യവും ഉത്തരവാദിത്തമുള്ളതുമായ ഒരു ഭരണ സംവിധാനം ഉറപ്പാക്കുക. 2. പ്രധാനമന്ത്രിയുടെ കാലാവധി 2 തവണയായി പരിമിതപ്പെടുത്തുക എന്നതായിരുന്നു. ഒരേ വ്യക്തി ദീർഘകാലം അധികാരം കൈയാളുന്നത് തടയാനാണിത്. മുൻ സർക്കാരിന്റെ കാലത്ത് നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കുക. ജൂലൈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്ക് നിയമപരിരക്ഷ നൽകുക. രാജ്യത്തിന്റെ
നയരൂപീകരണത്തിൽ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. ഉസ്മാൻ ഹാദി ഇതിനും ഉടക്ക് വെക്കാൻ ശ്രമിച്ചു. ഈ ചാർട്ടർ അംഗീകരിക്കാൻ മറ്റൊരു റഫറൻഡം വേണമെന്ന് പുള്ളി പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരാറായപ്പോൾ പുള്ളി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരു മണ്ഡലം തിരഞ്ഞെടുത്തു, ധാക്ക 8 മണ്ഡലം. അവിടെ പുള്ളി ആർക്കെതിരെയാണ് മത്സരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ വെടിയുണ്ട വന്ന വഴി മനസ്സിലാകും. അവിടെ മത്സരിക്കുന്നത് പ്രധാന കക്ഷിയായ BNPയുടെ നേതാവും മുൻ മന്ത്രിയുമായ മിർസ അബ്ബാസിയായിരുന്നു. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഉസ്മാൻ ഹാദി ഒരു ജിഹാദി ആയിരുന്നു? പൊതുവെ കാണപ്പെടുന്ന ജിഹാദികളെ വെച്ച് കമ്പയർ ചെയ്താൽ അല്ല. ഒരു സാധാരണ ഇസ്ലാമിക രാഷ്ട്രീയക്കാരനേക്കാൾ പുരോഗമന സ്വഭാവം പുള്ളി സ്വീകരിച്ചിരുന്നതായി കാണാം. ഹാദിയുടെ സംഘടനയായ ഇൻഖിലാബ് മഞ്ചിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന സഹപ്രവർത്തകരിൽ ഒരാളായ അഫ്രോജ തുലെ ഒരു സ്ത്രീയായിരുന്നു. എങ്കിലും ആധുനിക സമൂഹം ഇന്ന് മനസ്സിലാക്കുന്ന ലിംഗസമത്വമായിരുന്നില്ല പുള്ളിയുടെ ലിംഗസമത്വം. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ പലപ്പോഴും ഇസ്ലാമിക നിയമങ്ങൾക്കനുസൃതമായ സ്ത്രീധർമ്മങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ പുരോഗമനവാദിയാണ് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പറയാമല്ലോ. LGBTQ അവകാശങ്ങൾ പോലുള്ള വിഷയങ്ങളിൽ അദ്ദേഹം കടുത്ത എതിർപ്പാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പുരോഗമനം ഒരു പ്രത്യേക സൈസ് പുരോഗമനമായിരുന്നു. എങ്കിലും ജിഹാദികൾ വാഴുന്ന നാട്ടിൽ ഇതൊരു പുരോഗമനം തന്നെ. എന്നാൽ ഹാദി ഒരു സാധാ ജിഹാദിയിൽ നിന്ന് വേർതിരിക്കുന്നത് ഇതൊന്നുമല്ല, അത് ഇൻക്ലൂസീവ്നെസ് ആണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നിലപാട്. കടുത്ത ആരാധനയായിരുന്നു ഹാദിക്ക് കാസി നസ്രുൽ ഇസ്ലാമിനോട്. നൂറുകണക്കിന് ഹിന്ദു ഭക്തിഗാനങ്ങൾ രചിച്ച നസ്രുൽ ഇസ്ലാമിനെ ആരാധിക്കുന്ന വ്യക്തി ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു എന്നാണല്ലോ അർത്ഥം. ഹാദിയെ ഇപ്പോൾ സംസ്കരിച്ചത് തന്നെ കാസി നസ്രുൽ ഇസ്ലാമിന്റെ കല്ലറയ്ക്ക് തൊട്ടടുത്താണ്. ഹാദി പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ജിഹാദി ആയിരുന്നില്ല എന്നതിന് വേറെ തെളിവ് തപ്പിപ്പോകേണ്ട കാര്യമില്ല. നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിച്ച് വന്നാൽ അത് ഏതവനാണെങ്കിലും, അപ്പം ഇന്ത്യക്കെതിരെ ഇത്രയും വലിയ പ്രക്ഷോഭം കാര്യങ്ങളൊക്കെ ഉന്നയിച്ചത് വരുമ്പോഴത്തേക്കിന് ഇന്ത്യ ദാനം കൊടുത്ത അല്ലെങ്കിൽ ഇന്ത്യ ഭിക്ഷ കൊടുത്ത ഒരു രാജ്യമാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു സൈഡ് കൂടിയുണ്ട്. നമുക്ക് ഈ ഈസ്റ്റ് പാകിസ്ഥാന് വെസ്റ്റ് പാകിസ്ഥാന് രണ്ട് ഇതും വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്ന് ആക്രമണം വന്നാലെ കൊണ്ട് അത് തടയാനുള്ള ആ ഒരു കാര്യം കൂടെ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കണം. എന്നിരുന്നാലും നമ്മൾ ദാനം കൊടുത്തേക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജന്മം കൊടുത്തേക്കുന്ന ഒരു രാജ്യമല്ലേടെ അത്. എന്നിട്ട് അതിനകത്തിരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തെ കീറി മുറിക്കും, മറ്റേത് ചെയ്യും, മറിച്ചത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞ ഒരുത്തനെയാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, എങ്ങനെയുള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യമാണ് ഏറ്റവും വലുത്. നമ്മുടെ രാജ്യം കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും. ഓക്കെ, പിന്നെ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നിയമ സംവിധാനത്തിനും മുകളിലല്ല, നമ്മുടെ ജുഡീഷ്യറിക്ക് മുകളിലല്ല ഒരു ജാതിയും ഒരു മതവും. അത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മനസ്സിലാക്കണം. കാരണം കുറേ ആളുകൾ ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയാൻ ശ്രമിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ഈ പറയുന്ന മതത്തിൻ്റെയോ ജാതിയുടെയോ ഈ വേർതിരിവുകളല്ല വേണ്ടുന്നത്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യനായിട്ട് കാണാൻ മാത്രം നിങ്ങൾ ശ്രമിക്കുക. നമുക്കത് മാത്രമാണ് വേണ്ടുന്നത്. നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സാധനമായിട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയ കാലയളവിൽ ഞാൻ ഇത്രയും നാളും ജീവിച്ചതിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിലുള്ള ഈ വർഗീയതയുടെ ഭയങ്കര തീവ്രമായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ചെയ്യുന്ന പല ആളുകൾ അവിടെ ചെയ്യുമ്പോഴത്തേക്കിന് അതിനെ എന്തിൻ്റെ പേരിലാണെങ്കിൽ ഇങ്ങനെ ന്യായീകരിക്കാൻ നിങ്ങൾ പോയി നിൽക്കരുത്. ഇങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇങ്ങനെയുള്ളവരെ രാജ്യത്തിന് പുറത്തേക്ക് പോകാൻ, നിങ്ങൾക്ക് അത്രയ്ക്ക് ബംഗ്ലാദേശിനോട് പ്രേമമാണെങ്കിൽ നിങ്ങൾ അവിടെ പോയി താമസിക്കുക. ഓക്കെ, ഇവന്റെ പേരും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇവൻ ചത്തുവെന്നും പറഞ്ഞുകൊണ്ട് ആ നാട്ടില് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരെയും മതവും പേരും നോക്കിയിട്ട് തേടി പിടിച്ചിട്ട് ഇമാതിരി പരിപാടികൾ അവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ എത്ര വലിയ ക്രൂരതയാണ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഈ കാര്യം പറയുമ്പോഴത്തേക്കിന് ഇത്ര നമ്മുടെ രാജ്യത്തിനകത്ത് ഈ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകളെ ഇവിടുന്ന് അക്രമം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ രാജ്യത്തും ഇങ്ങനെ തീവ്ര എക്സ്ട്രീമിസ്റ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ നമ്മുടെ രാജ്യത്തിനകത്തും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് നമ്മൾ ഒറ്റപ്പെടുത്തി നിർത്താമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് കേരളം. പക്ഷേ എന്നാൽ ഈ കേരളത്തിൽ ഇങ്ങനെ കുറേ അപരാധങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാര്യം കമന്റ് ബോക്സുകളിലൊക്കെ പറഞ്ഞേക്കുന്ന കുറേ സാധനങ്ങൾ, അതിൽ ഒരുത്തൻ്റെ മാത്രമേ വലിയ തരക്കടില്ലാത്ത ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ടുള്ളൂ. ഇതിലും ഭീകരമായിട്ടുള്ള കുറേ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.